ഇസ്രയേലും സംയുക്തമായി ഇറാനിൽ നടത്തിയ വൻ ബോംബാക്രമണങ്ങളുടെ യഥാർത്ഥ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. ഇറാന്റെ മണ്ണിൽ US-ഇസ്രയേൽ സഖ്യം നടത്തിയ വ്യോമാക്രമണങ്ങൾ അവരുടെ മിസൈൽ ശേഷിയെ പൂർണ്ണമായും തകർത്തു എന്ന അവകാശവാദങ്ങളുടെ മുനയൊടിക്കുന്നതാണ് അന്താരാഷ്ട്ര മാധ്യമമായ CNN പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടുകൾ. ആക്രമണത്തിൽ തകർന്നടിയുകയോ തടസ്സപ്പെടുകയോ ചെയ്തെന്ന് കരുതിയ ഇറാന്റെ ഭൂഗർഭ മിസൈൽ തുരങ്കങ്ങളുടെ കവാടങ്ങൾ അതിവേഗം പുനഃസ്ഥാപിക്കപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. ആക്രമണത്തിനിടയിൽ കനത്ത ബോംബാക്രമണം മൂലം അടഞ്ഞുപോയ ഡസൻ കണക്കിന് രഹസ്യ ഭൂഗർഭ മിസൈൽ തുരങ്കങ്ങളുടെ കവാടങ്ങൾ ഇറാൻ സൈന്യം ഇതിനകം തന്നെ തുറന്നു കഴിഞ്ഞതായാണ് ഉപഗ്രഹ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. വലിയ ബുൾഡോസറുകളും ഡംപ് ട്രക്കുകളും മറ്റ് ഭാരമേറിയ നിർമ്മാണ യന്ത്രങ്ങളും ഉപയോഗിച്ച് ഈ കവാടങ്ങളിലെ അവശിഷ്ടങ്ങൾ അതിവേഗം നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. പ്രതിരോധ വിദഗ്ധരുടെയും ഉപഗ്രഹ ചിത്ര നിരീക്ഷകരുടെയും വിലയിരുത്തൽ അനുസരിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ കരുതിയതുപോലെ ഇറാന്റെ മിസൈൽ ശേഖരം ഈ ആക്രമണത്തിൽ നശിച്ചിട്ടില്ല. കനത്ത ബോംബാക്രമണത്തിൽ തുരങ്കങ്ങളുടെ പ്രവേശന കവാടങ്ങൾ തകരുകയും മണ്ണിനടിയിൽ പെടുകയും ചെയ്തപ്പോൾ ആയുധങ്ങൾ നശിച്ചതായി അമേരിക്കയും ഇസ്രയേലും തെറ്റായി വിലയിരുത്തുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇറാന്റെ മാരകമായ മിസൈലുകൾ സുരക്ഷിതമായ ഭൂഗർഭ അറകളിൽ തകരാറുകൾ കൂടാതെ അവശേഷിക്കുകയാണ് ചെയ്തത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപ് നടത്തിയ പ്രസ്താവനകളെ പൂർണ്ണമായി പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ പുതിയ കണ്ടെത്തലുകൾ. ഇറാന്റെ മിസൈൽ അണിനിരത്തലുകളെയും ആയുധപ്പുരകളെയും തങ്ങൾ തളർത്തി കഴിഞ്ഞു എന്നായിരുന്നു ട്രംപ് ഭരണകൂടം ആഗോള മാധ്യമങ്ങൾക്ക് മുൻപിൽ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഈ അവകാശവാദങ്ങൾ തികച്ചും അതിശയോക്തി കലർന്നതായിരുന്നു എന്ന തരത്തിലുള്ള ശക്തമായ സംവാദങ്ങൾക്കാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ തുടക്കമായിരിക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തങ്ങളുടെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം അതിവേഗത്തിലാണ് പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ വ്യോമ പ്രതിരോധ ശേഷിയും മിസൈൽ വിക്ഷേപണ തറകളും പൂർണ്ണ സജ്ജമാണെന്ന് കാണിക്കാൻ തെഹ്റാൻ നടത്തുന്ന ഈ നീക്കങ്ങൾ പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ വീണ്ടും മാറ്റിമറിക്കും. മണ്ണിനടിയിൽ 100 കണക്കിനടി താഴ്ചയിൽ നിർമ്മിച്ചിട്ടുള്ള ഇറാന്റെ മിസൈൽ നഗരങ്ങൾ തകർക്കുക എന്നത് ഇസ്രയേലിന്റെ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും അത്ര എളുപ്പമല്ലെന്ന് പ്രതിരോധ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കുന്നുകൾ തുറന്നുണ്ടാക്കിയ ഈ കഠിനമായ തുരങ്കങ്ങളുടെ കവാടങ്ങൾക്ക് മാത്രമാണ് ബോംബാക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചത്. അകത്തളങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് കൃത്യതയാർന്ന ആയുധങ്ങളും പൂർണ്ണമായും സുരക്ഷിതമായിരുന്നെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. CNN റിപ്പോർട്ട് പുറത്തുവിട്ടതോടെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം അവസാനിച്ചിട്ടില്ലെന്നും കൂടുതൽ ശക്തമായ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നുമുള്ള വിലയിരുത്തലുകൾ ശക്തമായി. തങ്ങളുടെ ആയുധങ്ങൾ സുരക്ഷിതമാണെന്ന് മനസ്സിലാക്കുന്നതോടെ അമേരിക്കൻ ഇസ്രയേൽ താവളങ്ങൾക്ക് നേരെ വലിയൊരു തിരിച്ചടിക്ക് ഇറാൻ മുതിർന്നേക്കാം. ഉപഗ്രഹ ദൃശ്യങ്ങളിൽ കാണുന്ന ബുൾഡോസറുകളുടെ സാന്നിധ്യം ഇറാന്റെ സൈനികരുടെ ഉയർന്ന പ്രതിരോധ വീര്യത്തിന്റെ പ്രതിഫലനമായാണ് വിലയിരുത്തപ്പെടുന്നത്. മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ സുരക്ഷയെയും ഈ പുതിയ വിവരങ്ങൾ കടുത്ത ആശങ്കയിലാക്കുന്നുണ്ട്. ഇറാന്റെ മിസൈൽ ഭീഷണി ഒഴിഞ്ഞു പോയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നതോടെ ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് തങ്ങളുടെ അതിർത്തികളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടി വരും. ഇറാനിലെ ആയുധപ്പുരകൾ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കൂടുതൽ ശക്തമായ മറ്റ് സൈനിക നടപടികൾ വേണമെന്ന ആവശ്യം ഇസ്രയേലിനുള്ളിൽ നിന്നും ഉയർന്നേക്കാം. അതേസമയം വാഷിംഗ്ടണിലെ രാഷ്ട്രീയ വൃത്തങ്ങളിലും ഈ വിഷയം വലിയ ആയുധമായി മാറിക്കഴിഞ്ഞു. ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങളും സൈനിക അവകാശവാദങ്ങളും വെറും പ്രചാരണം മാത്രമായിരുന്നു എന്ന് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നു. കൃത്യമായ ഉപഗ്രഹ വിവരങ്ങളും ഇന്റലിജൻസ് റിപ്പോർട്ടുകളും വിശകലനം ചെയ്യാതെയാണ് സൈനിക വിജയം പ്രഖ്യാപിച്ചതെന്ന വിമർശനം അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന് നേരെയും ഉയരുന്നുണ്ട്. ഇറാൻ മാധ്യമങ്ങൾ തങ്ങളുടെ ഭൂഗർഭ മിസൈൽ ശേഷി സുരക്ഷിതമാണെന്ന വാർത്തകൾക്ക് വലിയ പ്രചാരണമാണ് നൽകുന്നത്. പാശ്ചാത്യ ശക്തികളുടെ അത്യാധുനിക ബോംബുകൾക്ക് തങ്ങളുടെ തദ്ദേശീയ പ്രതിരോധ കോട്ടകളെ തകർക്കാനാകില്ലെന്ന് തെളിയിക്കാൻ തെഹ്റാൻ ഈ അവസരം പരമാവധി ഉപയോഗിക്കുന്നു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ആയുധ സംഭരണശാലകളായാണ് ഇറാന്റെ ഈ ഭൂഗർഭ തുരങ്കങ്ങൾ അറിയപ്പെടുന്നത്. പല പതിറ്റാണ്ടുകളായി അതീവ രഹസ്യമായി നിർമ്മിച്ച ഈ ശൃംഖലകൾ തകർക്കാൻ വ്യോമാക്രമണങ്ങൾ മാത്രം പോരാ എന്ന യാഥാർത്ഥ്യം പാശ്ചാത്യ ശക്തികൾ തിരിച്ചറിയുകയാണ്. ആഗോള സാമ്പത്തിക രംഗത്തും എണ്ണ വിപണിയിലും ഈ പുതിയ സംഭവ വികാസങ്ങൾ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാം. പശ്ചിമേഷ്യയിൽ ഇനിയും ശക്തമായ മിസൈൽ യുദ്ധത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത് എണ്ണ വിതരണത്തെ ബാധിക്കുമെന്ന ഭീതി വീണ്ടും ഉയർത്തുന്നു. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെയോ പെന്റഗണിന്റെയോ ഔദ്യോഗിക പ്രതികരണങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ഉപഗ്രഹ ചിത്രങ്ങളിലെ തെളിവുകളെ തള്ളിക്കളയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നതിനാൽ തന്നെ തങ്ങളുടെ സൈനിക തന്ത്രങ്ങളിൽ മാറ്റം വരുത്താൻ അവർ നിർബന്ധിതരാകും. മിഡിൽ ഈസ്റ്റിലെ യുദ്ധാവസ്ഥ കൂടുതൽ പ്രവചനാതീതമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നതിന്റെ മുന്നറിയിപ്പാണ് ഈ ചിത്രങ്ങൾ ലോകത്തിന് നൽകുന്നത്.